ഈ യാത്ര ത്രിവേണി സംഗമം നടക്കുന്ന കന്യാകുമാരിയിലേക്ക്. ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്ന് രാവിലെ ഒരു 11:30 പുറപ്പെട്ട് വൈകുന്നേരം 3:45 കന്യാകുമാരി എത്തുകയും ടിക്കറ്റ് എടുത്ത് വിവേകാനന്ദ പാറ കാണാൻ പോവുകയാണ്. വിവേകാനന്ദ പാറയിലേക്കുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. വളരെ നീണ്ട ക്യൂ ആണെങ്കിലും ഒട്ടും നമുക്ക് ബോറടിക്കില്ല, കാരണം പെട്ടെന്ന് നീങ്ങും. ഒരുപാട് ബോട്ടുകളുണ്ട് ഇവിടെ. ഈ ബോട്ട് സർവീസാണ് നമ്മളെ വിവേകാനന്ദ പാറയിലേക്ക് എത്തിക്കുന്നത്. ഓരോ ബോട്ടുകൾ വരും, ആളുകൾ ഇറങ്ങി ബോട്ട് ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർ ബോട്ടിൽ കയറും, ബോട്ട് ഫില്ലാകും, സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. എനിക്ക് പക്ഷേ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ബോട്ടിൽ കയറിയപ്പോൾ ഫീൽ ചെയ്തില്ല. പക്ഷെ ആദ്യം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം ആദ്യം അങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്തിട്ടില്ല. അവൾക്ക് അതുകൊണ്ട് ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് എൻ്റെ ചെറുപ്പകാലം, ഞാനൊരു കുട്ടനാട്ടുകാരി ആയതുകൊണ്ട് എൻ്റെ ചെറുപ്പകാലം, എൻ്റെ സ്കൂൾ കാലഘട്ടമൊക്കെ ഞാൻ ഒരുപാട് ബോട്ടിനെ ആശ്രയിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതുപോലൊരു ബോട്ട് യാത്ര അത്രേ ഉള്ളൂ ഇത് എന്നായിരുന്നു എൻ്റെ ഒരു തോട്ട്. പക്ഷെ അല്ലായിരുന്നു. നല്ല വലിയ വലിയ തിരകൾക്കൊപ്പം, തിരകൾ ആടി മറിയുന്നതിനൊപ്പം നമ്മുടെ ബോട്ടുകളും അതേ ഡയറക്ഷനിൽ തന്നെ ആടി ഉലച്ചാണ് നമ്മളെ വിവേകാനന്ദ പാറയിലേക്ക് എത്തിക്കുന്നത്. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഒരു 3-4 മിനിറ്റേ ഉള്ളെങ്കിൽ പോലും ആ ബോട്ട് യാത്ര വളരെ വളരെ മനോഹരമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിലൂടെ യാത്ര ചെയ്ത് വിവേകാനന്ദ പാറയിലേക്ക് എത്തുകയാണ്. അവിടെ നമുക്കൊരു 30 രൂപയുടെ എൻട്രി ഫീസ് ഉണ്ട്. ആ എൻട്രി ഫീ അടച്ചിട്ട് വേണം നമുക്ക് വിവേകാനന്ദ പാറയിലേക്ക് കയറാൻ പറ്റുക. അവിടുത്തെ ഓരോ നിർമ്മിതികളും എന്ത് ഭംഗിയായിട്ടാണ് ഓരോ നിർമ്മിതികൾ. അത് നമ്മൾ അവിടെ ചെന്ന് കണ്ട് ആസ്വദിച്ചറിയണം. നമുക്കത് വാക്കുകളിലൂടെ, ഫോട്ടോയിലൂടെ, വീഡിയോയിലൂടെ പറയുന്നതിനൊരു പരിധിയുണ്ട്. അത് നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് അവിടെ നിന്ന് നേരെ അവിടുത്തെ മാസ്റ്റർ പീസ് അല്ലെങ്കിൽ അവിടുത്തെ ഹൈലൈറ്റ് ഗ്ലാസ് ബ്രിഡ്ജ്. അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പണി കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടില്ല, എന്നാലും ഹാഫ് ഓഫ് ദ ബ്രിഡ്ജ് കഴിഞ്ഞ് ആൾക്കാരെ കയറ്റുന്നുണ്ട്. ഞാൻ പക്ഷേ ഒരു സ്റ്റെപ്പ് എടുത്ത് കാല് വെച്ചപ്പോൾ തന്നെ എനിക്ക് ഉള്ളിലൊരു പേടിയും കാലിനടിയിലൊരു വിറയലും ശരീരമൊക്കെ ഒരു തണുത്തു പോകുന്നൊരവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. കാരണം താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് വലിയ പാറക്കല്ലുകൾ. അത് ഭയങ്കരമായിട്ട് ശക്തിയായിട്ട് വരുന്ന തിരമാലകളോട് കൂടിയ കടലും. ഇത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി. പക്ഷെ ആദ്യം എൻ്റെ ഒക്കെ പറഞ്ഞു, അമ്മ ഒരു കുഴപ്പമില്ല, എന്തോരം ആൾക്കാർ നടക്കുന്നുണ്ട്, നമുക്ക് കുറച്ച് നേരം നടക്കാമെന്നും പറഞ്ഞ് എന്നെ പിടിച്ചുകൊണ്ട് അവൾ അവിടെ കൂടെയൊക്കെ നടന്നു. കുറച്ച് നേരം നടന്നപ്പോൾ എൻ്റെ പേടിയൊക്കെ മാറി, ഞാൻ അതിനോട് ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ അതിശക്തമായ കാറ്റാണ്. ഞങ്ങൾ ചെന്ന ടൈം വളരെ ആപ്റ്റായിട്ടുള്ള ടൈമാണ്. ഏകദേശം 4-4:30 സമയം. ആ സമയത്ത് നല്ല അന്തരീക്ഷമാണ്. നല്ല പൊക്കത്തിൽ, നല്ല ഉയരത്തിലായതുകൊണ്ട് കാറ്റിൻ്റെ ശക്തി വളരെയേറെ കൂടുതലുമാണ്. അങ്ങനെ ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ട്, ആദ്യയിടൊക്കെ ഞാൻ പറയുന്നുണ്ട്, ആദ്യനെ പറത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ശക്തിയുള്ള കാറ്റാണ് കേട്ടോ, ആദ്യ പിടിച്ചു നിന്നോ എന്നൊക്കെ ആദ്യയോട് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ കാറ്റൊക്കെ കണ്ട് ആസ്വദിച്ച് നേരെ വിവേകാനന്ദ പാറയിലേക്ക് കയറുകയാണ്. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പുകൾ കയറിയാണ് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തുക. ആ പോകുന്ന വഴിക്ക് കാണുന്ന ഒരു കുഞ്ഞു വ്യൂ ആണിത്, ആ ഗ്യാപ്പിലൂടെ കണ്ട കടൽ. അങ്ങനെ നമ്മൾ മുകളിലെത്തി. കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തി കഴിയുമ്പോൾ കാണുന്ന ടോപ്പ് വ്യൂ ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും മുകളിലെത്തും ഈ ടൈം ആകുമ്പോൾ. ഒരു 6 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ആൾക്കാരെ മുകളിൽ കാണാം. എന്തിനു വേണ്ടിയിട്ടാണ്? അസ്തമയത്തിന് തയ്യാറായിട്ട് നിൽക്കുന്ന സൂര്യൻ, ചുവന്ന് തുടുത്ത് നിൽക്കുന്ന ആ സൂര്യൻ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കടലിലേക്ക് മറഞ്ഞു പോകുന്ന ആ സൂര്യാസ്തമയം കാണാനാണ് എല്ലാവരും ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കൊളുക്കുമലയിലെ സൂര്യോദയവും കന്യാകുമാരിയിലെ സൂര്യാസ്തമയവും. കൊളുക്കുമലയിലെ സൂര്യോദയം ഞാൻ കണ്ടു, അത് ഞാൻ വേണ്ടുവോളം ആസ്വദിച്ചു. അതേപോലെ തന്നെ കന്യാകുമാരിയിലെ സൂര്യാസ്തമയവും വളരെ സന്തോഷത്തോടു കൂടി കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു.